മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട തുറക്കാൻ ഇനി വെറും 4 ദിവസം മാത്രം. മുന്നൊരുക്കങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് സ്ഥിതി. തീർത്ഥാടന പാതയിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പ്രധാന ഇടത്താവളങ്ങളിലെയും സ്ഥിതി മറിച്ചല്ല. കാണാം കഠിനമെൻ്റെ അയ്യപ്പ. സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ മറ്റൊരു മണ്ഡലകാലം കൂടി ആരംഭിക്കുമ്പോൾ ഒരുക്കങ്ങൾക്ക് ഒച്ചിനേക്കാൾ വേഗത കുറവാണ്. പമ്പയിൽ ഇതുവരെ ഒരു മന്ത്രിതല അവലോകന യോഗം പോലും ചേർന്നിട്ടില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. തീർത്ഥാടനത്തിന് മുൻപ് ശബരിമല പാതകളെല്ലാം ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. എന്നാൽ കോടതി അംഗീകരിച്ച 17 തീർത്ഥാടന റോഡുകളിൽ ഭൂരിഭാഗത്തിലും ഇതുവരെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല. ചെങ്ങന്നൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ ആശ്രയിക്കുന്ന പത്തനംതിട്ട വഴിയുള്ള TK റോഡിന്റെ പണിതീരാൻ ഇനിയും മാസങ്ങളെടുക്കും. പമ്പയിലേക്കുള്ള പ്രധാന പാതയായ മണ്ണാറക്കുളഞ്ഞി ചാലക്കയം റോഡിന്റെ വശങ്ങളിലെ കാട് ഇതുവരെ വെട്ടിത്തെളിച്ചിട്ടില്ല. സൂചനാ ബോർഡുകൾ മിക്കതും നശിച്ച അവസ്ഥയിലാണ്. പത്തനംതിട്ട നഗരത്തിൽ തീർത്ഥാടകർ ആശ്രയിക്കുന്ന മൈലപ്ര റോഡ് നഗരത്തിലാണെങ്കിലും ആകെ കുഴികളാണ്. നഗരത്തിലെ ഇടത്താവളത്തിന്റെ ഒരുക്കങ്ങളും പാതി വഴിയിലാണ്. കോഴഞ്ചേരി റാന്നി റോഡിൽ പുതമൺ എന്നൊരു പാലമുണ്ട്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ പണി എങ്ങും എത്തിയിട്ടില്ല. കഴിഞ്ഞ തീർത്ഥാടന കാലത്തും ഭക്തജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. അതേപോലെ തന്നെ തിരുവല്ല പത്തനംതിട്ട റോഡ് തീർത്ഥാടകർ വളരെയധികം എത്തുന്ന ഒരു റോഡാണ്. ആ റോഡിൻ്റെയും പണി വളരെ മന്ദഗതിയിലാണ്. അതേപോലെ ദിശാ ബോർഡുകളൊന്നും തന്നെ വെച്ചിട്ടില്ല. ഇത്തവണ അവലോകന യോഗങ്ങൾ പോലും കൂടിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ ശോചനീയമായ അവസ്ഥയായിരിക്കും ശബരിമലയിലെ കാര്യങ്ങൾ ഇത്തവണ നടക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളുകയായിരുന്നു പമ്പയിലേക്ക്. അതേപോലെ തന്നെ ഹോട്ടൽ മാലിന്യങ്ങൾ പമ്പയിലേക്ക് തള്ളുകയായിരുന്നു. പക്ഷേ ഇത്തവണ പ്രാഥമിക കൃത്യങ്ങൾക്ക് തന്നെ പമ്പയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വരുന്നത്. കാരണം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല. ഈ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുമ്പോൾ അവർക്കുള്ള ശൗചാലയങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഭക്തജനങ്ങളൊക്കെ തന്നെ പുണ്യനദിയായ പമ്പയിൽ സ്നാനം നടത്തി വേണം ശബരിമല ദർശനത്തിനായിട്ട് പോകേണ്ടത്. നിലയ്ക്കലിലും പമ്പയിലും കാര്യങ്ങൾ സമാനമാണ്. തീർത്ഥാടകർക്കായിട്ടുള്ള വിശ്രമ കേന്ദ്രത്തിന്റെയും ശുചിമുറികളുടെയും പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. പമ്പയിൽ ഇതുവരെ ഒരു മന്ത്രിതല അവലോകന യോഗം പോലും ചേർന്നിട്ടില്ല എന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സ്വർണ്ണക്കൊള്ള വിവാദവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് കടന്നതുമാണ് മെല്ലെപ്പോക്കിന് ആക്കം കൂട്ടിയത്. ഇത്തവണ തീർത്ഥാടന മേഖലയിൽ രാസകുങ്കുമത്തിന്റെ വിൽപ്പന ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ട്. ആരോഗ്യ പരിസ്ഥിതി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പേട്ട തുള്ളുന്ന തീർത്ഥാടകർക്ക് വിൽപ്പന നടത്താൻ വൻതോതിൽ രാസകുങ്കുമം തമിഴ്നാട്ടിൽ ഓർഡർ നൽകിയ കച്ചവടക്കാർ ഇതോടെ വെട്ടിലായി. രാസകുങ്കുമം തുടർച്ചയായി ശ്വസിക്കുന്ന നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ശ്വാസകോശ രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉപയോഗിക്കുന്നവരിൽ ത്വക്ക് രോഗങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേട്ട തുള്ളിയ ശേഷം ഇവർ വലിയ തോട്ടിലാണ് കുളിക്കുന്നത്. 10,000-കണക്കിന് തീർത്ഥാടകർ തോട്ടിൽ കുളിക്കുമ്പോൾ തോട്ടിലെ ജലത്തിൽ രാസകുങ്കുമം കളരുന്ന സ്ഥിതിയായിരുന്നു. തീർത്ഥാടകർക്ക് കുളിക്കുന്നതിന് തോടിന് സമീപം ചെറിയ സാമ്പിൾ പാക്കറ്റ് ഷാംപൂവും സോപ്പും വിൽപ്പനയുണ്ട്. ഇവയുടെ കവറുകൾ വൻതോതിൽ തോട്ടിലും കരയിലും തള്ളുന്നതും വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇതാണ് ഹൈക്കോടതി ഇടപെടലിലൂടെ നിരോധിച്ചത്. എരുമേലിയിൽ മാത്രം ഒരു തീർത്ഥാടന കാലത്ത് 25 ടണ്ണിന് മുകളിൽ രാസകുങ്കുമം വിൽപ്പനയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഏതാനും ചില മൊത്തക്കച്ചവടക്കാരാണ് രാസകുങ്കുമം എരുമേലിയിൽ എത്തിച്ച് ചെറു പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്നത്. പ്രകൃതിക്കിണങ്ങുന്ന ജൈവ കുങ്കുമമാണ് വേണ്ടതെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. പോരായ്മകൾ നിരവധിയുണ്ടെങ്കിലും തീർത്ഥാടകർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണം. വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുക. അധികാരികൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അയ്യപ്പന്മാരുടെ മലകയറ്റം കഠിനമാകും. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. നിസാം കൊല്ലം പറയുന്നു, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയിൽ അവിടെ ബാത്റൂം സൗകര്യം വളരെ കുറവാണ് എന്ന കാര്യം. അതുപോലെ മോഹനൻ പറയുന്നു, കാനനവാസനെ കാണാൻ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടിയുള്ള ദർശനമാണ് ഭക്തിസാന്ദ്രമായ യാത്രയെന്ന്. ബീന പറയുന്നു, ഭക്തരുടെ പൈസ മാത്രം മതിയോ, അവർക്ക് വേണ്ടി മുന്നൊരുക്കങ്ങൾ ചെയ്യണം, അതിനുള്ള കരുണയെങ്കിലും കാണിക്കണമെന്നിങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.